POK സംശയമാണ് അനിൽ. ബിക്കോസ് ഒന്ന്, ഇവരെന്ത് ചെയ്തു എന്ന് കുറെ കാലമായിട്ട് പാകിസ്ഥാന്റെ മറ്റേ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ട് അവിടെ സ്ഥാപിച്ചു. POK പോപ്പുലേഷൻ മാട്രിക്സ് പറയും നമ്മുടെ ഇതിൽ. അവരുടെ ഓരോ റീജിയൻ, പഞ്ചാബിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവരവിടെ താമസിപ്പിച്ച് പോപ്പുലേഷൻ കൂട്ടിയത്. POK നടക്കുന്നത് വെറും അവിടെയും ഇതാണ് തീവ്രവാദികളുടെ കേന്ദ്രമാണ് POK. ആക്ച്വലി നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത് അവിടെ ആയിരുന്നു. ആക്ച്വലി അവരാണ് അടിച്ചത്. നമ്മൾ ഈ 9 സ്ഥലത്തിൽ 7 എണ്ണം POKയിലായിരുന്നു. നമ്മൾ അന്ന് സ്ട്രൈക്ക് ചെയ്ത 14 മിസൈൽ അറ്റാക്കിൽ 9 സെന്ററിൽ അടിച്ചു. പക്ഷെ ഈ ബലൂചിസ്ഥാൻ ഈ പറഞ്ഞ മാതിരി കുറെ കാലമായിട്ട്, ഇപ്പോഴല്ല 74 കൊല്ലമായിട്ട് അവര് പാകിസ്ഥാന്റെ നേരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പാകിസ്ഥാൻ അവര് പാകിസ്ഥാന്റെ പാർട്ട് അല്ല എന്നാണ് അവർ പറയുന്നത്. പണ്ട് നെഹ്റുവിന്റെ അടുത്ത് വന്ന് 47-ൽ അവർ ചോദിച്ചതാണ്, ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ വരാമെന്നാണ്. നെഹ്റു വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. അത് തെറ്റായിരുന്നു, അത് വലിയൊരു ബ്ലണ്ടറായിരുന്നു. പക്ഷെ POKയില് ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഷെല്ലിങ്, അനിൽ പറഞ്ഞ ഷെല്ലിങ്, ഇത് പണ്ട് തന്നെ നോർമൽ ഒരു LOC ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ട് അനിൽ. ഇപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ഷിംല കരാറിന് പിന്മാറുകയാണെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടാവാൻ. പക്ഷെ പിന്മാറിയിട്ടില്ല, അവർ എഴുതി തന്നിട്ടില്ല. എന്നാണ് അവർ ഇത് എഴുതി തരാൻ പോകുന്നത്? നമുക്ക് LOC എന്ന് പറഞ്ഞ പരിപാടി പിന്നെ ഇല്ല. ഇപ്പൊ ഷിംല കരാറിലാണ് ഈ LOC എന്ന് പറഞ്ഞ പരിപാടി വന്നത്. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീരിലേക്ക് പോകാനുള്ള ബോർഡർ നമ്മളത് തകർത്തു കഴിഞ്ഞു. തകർത്ത് നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഇതിനു മുമ്പ് ചെയ്തിരുന്നു നമ്മൾ ഹാജി പീർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാണ്, വളരെ ഹൈറ്റിലാണ്. അതാണ് ഇവർ അഡ്വാൻറ്റേജ്. ഹാജി പീർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ടു, കുറെ സൈനികന്മാരെ നമ്മളെ ശരി വീർമത്യമായി നമ്മളെ. പക്ഷെ ഇന്ദിരാഗാന്ധി ഹാജി പീർ തിരിച്ച് പാകിസ്ഥാനിന് കൊടുത്തു. ഈ ഹാജി പീർ എന്നാണ് ഇവർ ഈ നോയന്ന് കയറുന്ന ആൾക്കാരുണ്ടല്ലോ, ടെററിസ്റ്റ്, അവർ ആ ഏരിയ എന്നാണ് കറക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയത്. നമ്മുടെ ഹിസ്റ്റോറിക്കലി നോക്കണമെങ്കിൽ കുറെ ഇങ്ങനത്തെ കുറെ തെറ്റുകൾ, കുറെ ബ്ലണ്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി തിരിച്ചു പിടിക്കുക ഹാജി പീർ വളരെ കഷ്ടമാണ്. പാകിസ്ഥാനോട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ നല്ലൊരു ക്യാമ്പൊക്കെ സെറ്റപ്പ് ചെയ്ത് അവരോട് സ്റ്റേബിൾ ആയി കഴിഞ്ഞു. പക്ഷെ POK അവിടെ തന്നെ ഉണ്ടാവും, അത് പോവില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ കുറെ കലാപം നടത്താം. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ബലൂചിസ്ഥാനിൽ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആയുധം കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്കൊരു ലാൻഡ് കണക്ഷൻ ബലൂചിസ്ഥാനായിട്ടില്ല. അവർക്ക് കാശായിട്ടോ അല്ലെങ്കിൽ ഇറാന്റെ സൈഡിൽ നിന്ന് അവർക്ക് വല്ല ആയുധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ബലൂച്ചിസ് ഡെഫിനറ്റ്ലി പാകിസ്ഥാൻ ആർമിയെ തോൽക്കുക. അവരെ ക്വറ്റ ഒരു ക്യാപിറ്റൽ അറിയാലോ. ക്വറ്റയിൽ അവർ ഇന്നലെ അവരെ പതാക ഒക്കെ മാറ്റി പാകിസ്ഥാന്റെ ഫ്ലാഗ് ഇറക്കിയവൻ. അപ്പൊ അവിടെ ഒരു വലിയൊരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്തായിരുന്നു പറഞ്ഞാൽ ഭാരതം ഈസ്റ്റേൺ സൈഡിൽ നിന്ന് അടിക്കും. ദാറ്റ് ഈസ് ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ അടിക്കുക. യൂഷ്വൽ നമ്മുടെ അറ്റാക്ക് വരും. പക്ഷെ നമ്മൾ ബലൂചിസ്ഥാൻ ആൾക്കാർ, അവിടെ നിന്നുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമി അറ്റ്ലീസ്റ്റ് ഒരു 25% ആർമി അങ്ങോട്ട് മൂവ് ചെയ്യേണ്ടി വരും. ഓൾറെഡി അവർക്കൊരു 10% അവിടെ ഉണ്ട്. അതേമാതിരി തെഹ്രീക്കെ താലിബാൻ അവരും ഇതേമാതിരി എന്തെങ്കിലും അടി തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ വേറൊരു 10-15% അങ്ങോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ എന്ത് പറ്റും? അവർ ഈസ്റ്റേൺ സൈഡ് അത് അടി കിട്ടും. അപ്പോഴാണ് നമുക്ക് പാകിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ചാൻസ് കിട്ടുക. സർ, അതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ 9 മടകളാണല്ലോ തകർത്തത്. അവശേഷിക്കുന്ന 12 മടകൾ, താവളങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മസൂദ് അസറിനെയും ടീമിനെയാണ് നോവിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ ഭീകരവാദികളുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടാവില്ലേ? പാക് സൈന്യം ഭീകരവാദികളെ, തീവ്രവാദികളെ ഭാരതത്തിലേക്ക് കടത്തിവിട്ടു എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. സ്വാഭാവികമായും അത് പ്രതീക്ഷിക്കാം. അവിടെയല്ലേ സൈന്യം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്? കാരണം നമുക്ക് ഈ മുംബൈ അറ്റാക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, നോവുന്ന ഒരു ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ നോവിക്കപ്പെട്ട ഈ ഭീകരവാദികൾ അവരേത് രീതിയിലായിരിക്കും പ്രത്യാഘാതം നടത്തുക? അവിടെയല്ലേ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും, മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമായി വരുന്നത്? ആണ്, അത് സംശയമില്ല. നമുക്കറിയാം 26/11 നടന്നപ്പോൾ നമ്മൾ മുംബൈയിൽ RVS മണിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പണ്ട് ജനം TV-യിൽ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ RVS മണി ക്ലിയർ ആയിട്ട് പറഞ്ഞു 26/11 നമുക്ക് ഇന്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ടുള്ള ഇൻപുട്ട്. താജ് ഹോട്ടൽ ആക്രമിക്കുന്നുള്ള ഇൻപുട്ട് ഉണ്ടായിരുന്നു. എന്നിട്ടും അന്നത്തെ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒരു ആക്ഷൻ എടുത്തില്ല. അതാണ് ഉണ്ടായത്. ശരി, അതെല്ലാം ഇപ്പൊ ഒരു ഹിസ്റ്ററിയായി മാറി. പക്ഷെ അനിൽ ചോദിച്ചൊരു ചോദ്യത്തിന്, ഇപ്പൊ ഹൈദരാബാദ് ആവട്ടെ, ബംഗളൂരു ആവട്ടെ, ഇങ്ങനത്തെ ഹൈ വാല്യൂ സിറ്റീസ്, ഇപ്പൊ എവിടെ ഒരു ആക്രമണം നടത്തി ഒരു US കമ്പനിയെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ
പബ്ലിസിറ്റി. ടെററിസ്റ്റിന് വേണ്ടത് അനിൽ പബ്ലിസിറ്റിയാണ്. അവർക്ക് ഇഷ്ടം പോലെ പബ്ലിസിറ്റിയാണ് അവർക്ക് വേണ്ടത്. അവർക്ക് ഒരു ആക്രമണത്തിൽ 100 പേര് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പബ്ലിസിറ്റി ഒന്ന് കുറവൊന്നല്ല. നമ്മൾ കണ്ട് 28 പേര് മരിച്ചിട്ടും അവർക്ക് കിട്ടിയ പബ്ലിസിറ്റി നമ്മൾ കണ്ടു. അതേമാതിരി ഈ പറഞ്ഞ മാതിരി ഈ നഗരങ്ങൾ അനിൽ പറഞ്ഞ ഇപ്പൊ അവർ കശ്മീരിലേക്ക് കടക്കില്ല. നമുക്ക് അവർക്കറിയാം. ഇന്ന് കാലത്ത് അനിൽ കണ്ടു കാണും 7 പേരെ കൊന്നു ഇന്ത്യൻ ആർമി നോയന്ന് കയറി അവർ ILOC കൂടെ കടന്നു വന്ന ആൾക്കാർ. പക്ഷെ അത് അവർ വിട്ടിട്ട് ഈ പറഞ്ഞ മാതിരി ഈ ചെന്നൈ ആയാലോ ഹൈദരാബാദ് ആയാലോ മുംബൈ ആയാലോ ഈവൻ ബാംഗ്ലൂർ ഇങ്ങനത്തെ നഗരങ്ങൾ, ഡൽഹി, ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ട് പാർലമെന്റ് ഹൗസ് അറ്റാക്ക് ചെയ്താണ്, പാർലമെന്റ് അറ്റാക്ക് ചെയ്ത ആൾക്കാരാണ്. അതേമാതിരി ജർമ്മൻ ബേക്കറി ബ്ലാസ്റ്റ് നടത്തിയതാണ്. ഇവരൊക്കെ കുറെ നടത്താൻ വരുന്നത് കുറെ പരിപാടികളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ്, നമുക്കറിയാം ആന്ധ്ര, തെലങ്കാന, ഛത്തീസ്ഗഡിൽ വലിയൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ സങ്കൽപ് എന്നുണ്ട്. 16,000 കമാൻഡോസ് ആണ് ആ ഏരിയയിലേക്ക് കേന്ദ്ര സർക്കാർ തിരിച്ചുവിട്ടിക്കുന്നത്. ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നുള്ള കമാൻഡോസ് ആണ്. അവരെ ഇപ്പൊ നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. അവരവിടെ നക്സലൈറ്റ്സ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ ഒരു കേരളത്തിലും ആയാലും ഈ തണ്ടർ ബോൾട്ട് ഉണ്ട് നമ്മൾ. അങ്ങനത്തെ ഓരോ ടീംസിനെ ഉപയോഗിച്ച് ഇന്റലിജൻസ്, ബിക്കോസ് ഇന്റലിജൻസ് ഉണ്ടാകും ഇതിന്റെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. നമ്മുടെ സ്ലീപ്പർ സെൽ ഇപ്പൊ അതുപോലെ ഇതിലൊരു മെയിൻ സൂത്രധാരൻ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതിന്റെ ഓപ്പറേഷൻ നടത്തിയ ഒരാള് നമ്മളിപ്പോ കണ്ടുപിടിച്ച ആള് പണ്ട് കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു പോയ ആളാണ്. പക്ഷെ കേരള പോലീസിന് ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ബാച്ച്മേറ്റ്സ് ആരാണ്, അദ്ദേഹം എവിടെ പഠിച്ചത്, എവിടെയാണ് അവര് താമസിച്ചത്, എനിക്ക് തോന്നുന്നു ഇന്ന് വരെ അതിനെ പറ്റിയിട്ട് ഞാൻ ഹൈദരാബാദിലൊക്കെ 25-26 വർഷം മുമ്പാണ് അദ്ദേഹം വന്നത്. അതിനുശേഷം ബംഗളൂരുവിൽ MBA പഠനവും നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ ഇവർ പറയും ഇപ്പൊ കിട്ടില്ല, ആരെയും കാണാനില്ല, കോളേജ് ചിലപ്പോൾ അടച്ചു പോയിട്ടുണ്ടാവുന്നൊക്കെ പറയുന്നത്. ഇതാണ് സ്ലീപ്പർ സെൽസ് എന്ന് പറഞ്ഞാൽ. ഈ സ്ലീപ്പർ സെൽസിനാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്. ഇപ്പൊ നാട്ടിലെ PFI വലിയൊരു സ്ലീപ്പർ സെൽ ഓർഗനൈസേഷൻ. തീർച്ചയായും ഹൈദരാബാദിൽ അതേമാതിരി 2-3 സ്ലീപ്പർ സെൽസ് ഓർഗനൈസേഷൻ ഇപ്പൊ അടുത്ത് പിടിച്ചിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഒരു ഹൈപ്പർ ആക്റ്റീവ് വെസ്റ്റ് ബംഗാൾ പറയുന്നത് മമതാ ബാനർജി വേണമെങ്കിൽ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കും. സ്ലീപ്പർ സെൽ അവർക്ക് BJPയുടെ കൂടെയാണല്ലോ അവരുടെ തർക്കം. പക്ഷെ ഇതേമാതിരി മഹാരാഷ്ട്രയിലായാലും കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഈ പറഞ്ഞ ചെന്നൈയിലായാലും ഡൽഹിയിൽ നമുക്ക് ജാഗ്രത വേണമല്ലോ, അല്ലാണ്ട് പറ്റില്ല. ബിക്കോസ് ഈ ഇപ്പോഴൊരു ഇംഗ്ലീഷിൽ സേയിങ് ഉണ്ട്, ടെററിസ്റ്റ് ഹാസ് ബി ലക്കി ഓൺലി വൺസ്. ഒരു ടെററിസ്റ്റിന് ഒറ്റ പ്രാവശ്യം ലക്കി ആയാൽ മതി, ഒറ്റടി. ഇപ്പൊ നടന്ന ഒരു ആക്രമണത്തിന്മാര് പഹൽഗാമിന് നടന്നമാര്. പക്ഷെ സെക്യൂരിറ്റി ഫോഴ്സസ് 100% സക്സസ്ഫുൾ ആയിരിക്കും. അത് വല്ലാത്തൊരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു പഹൽഗാമിന് നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എവിടെ പോയി സെക്യൂരിറ്റി, എവിടെ കാണാനില്ല ഇവരെന്ന്. പഹൽഗാമിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഇവർ പോയത് വേറെ സ്ഥലത്താണ്. 9 കിലോമീറ്റർ ദൂരമാണ് അവിടെ, ബൈസറാണെന്നാണ് സ്ഥലത്തേക്ക്. അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, അറിയിച്ചിരുന്നില്ല ഹോട്ടലുകാർ. അത് വേറൊരു പോയിന്റാണ്. പക്ഷെ അനിൽ ചോദിച്ച ചോദ്യത്തിന് യെസ്, ഇവർ ചിലപ്പോൾ റൂട്ട് മാറ്റി കശ്മീരിലേക്ക് ഇനി പോകണ്ട, അവിടെ നല്ല ഹൈ ലെവൽ സെക്യൂരിറ്റിയാണ്, നമുക്ക് ഭാരതത്തിലെ ബാക്കി സിറ്റീസിൽ ട്രൈ ചെയ്ത് നോക്കാം. എസ്പെഷ്യലി പഞ്ചാബ് എല്ലാവരുടെയും ശ്രദ്ധ അതിർത്തി പ്രദേശങ്ങളിൽ, അതിർത്തി സംസ്ഥാനങ്ങളിലാകുമ്പോൾ സാറ് പറഞ്ഞതുപോലെ റൂട്ട് മാറ്റി പിടിക്കുക അല്ലേ? ഈ